പാലക്കാട്ടെ പൊരിവെയിലിലും തണ്ണിമത്തൻ കൃഷിയിൽ വിജയഗാഥ രചിച്ച യുവ കർഷകർ. തണ്ണിശ്ശേരിയിലെ പാടത്തെ യുവ കർഷകരായ നിശാന്ത്, ഉമ്മർ, ജോൺസ് എന്നിവരാണ് തണ്ണിമത്തൻ കൃഷി ചെയ്ത് 100 മേനി വിളവെടുത്തത്. പാലക്കാട്ടെ നെൽവയലുകളിലും തണ്ണിമത്തൻ നന്നായി വിളയുമെന്ന് തെളിയിക്കുക കൂടിയാണ് മൂവർ സംഘം. പാലക്കാട് ചുട്ടുപൊള്ളുകയാണ്. എന്നാൽ ഈ പൊരിവെയിലിലും മനം കുളിർപ്പിക്കുന്ന കുറച്ച് കാഴ്ചകളിലേക്കാണ് പ്രേക്ഷകരെ ക്ഷണിക്കുന്നത്. ചേട്ടാ, എന്നാ തണ്ണിമത്തൻ കൃഷി നമ്മുടെ നാട്ടിലൊന്നും അത്ര കാണാത്തൊരു സാധനമാണല്ലോ അല്ലേ? അതെ അതെ, തണ്ണിമത്തൻ പൊതുവെ എല്ലാവരുടെയും ധാരണ പാലക്കാട് ജില്ലയിലോ അല്ലെങ്കിൽ കേരളത്തിലോ വരില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ, അതായത് ഉമ്മർക്കും ജോൺസും എൻ്റെ പേര് നിശാന്ത് എന്നാണ്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ പാലക്കാട് ജില്ലയിൽ കൊടും ചൂടിൽ തണ്ണിമത്തൻ വിളയിച്ച് കാണിച്ചു കൊടുക്കാമെന്ന് തെളിയിച്ചതാണ്. അപ്പോൾ ഞങ്ങൾ വിളവെടുപ്പാണ്, നല്ല വിളവുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാതെ വിളവെടുപ്പ് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 4.5 ടണ്ണോളം 2 ദിവസത്തിൽ ഞങ്ങൾ വിറ്റ് കഴിഞ്ഞു. ഇനി ഏകദേശം ഒരു 2 ടണ്ണോളം പറിക്കാനുണ്ട്. അപ്പോൾ നല്ല കസ്റ്റമേഴ്സ് ഒരുപാട് വരാറുണ്ട്. കൂടുതലായിട്ടും ചൂട് കൂടുതലായതുകൊണ്ട് ഞങ്ങൾ തണ്ണിമത്തൻ കൊടുക്കുന്നതോടൊപ്പം തന്നെ ഫ്രീ ആയിട്ട് തന്നെയാണ് ജ്യൂസും കലക്കി കൊടുക്കുന്നത്. അതിന് യാതൊരു പൈസയോ അല്ലെങ്കിൽ വേറൊന്നും മേടിക്കുന്നില്ല. അപ്പോൾ വീണ്ടും വന്നവർ തന്നെ നല്ല ഐറ്റം നന്നായിട്ടുണ്ട്, നല്ല മധുരമുണ്ട്. വീണ്ടും 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 എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങൾക്ക്. പൊരിവെയിലും ആളുകളെ ഒന്ന് കൂളാക്കിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അവർ ബസ്സിലാണ്, ബൈക്കിലാണെങ്കിൽ കാറിലാണോ വന്നിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ആദ്യം വെൽക്കം ഡ്രിങ്ക് എന്നുള്ള രീതിയിൽ ഞങ്ങൾ ആദ്യം ചെയ്യുന്നത് കൂൾ ഡ്രിങ്ക്സ് കൊടുത്ത് അവരെ ഒന്ന് തണുപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം അവരുടെ ഇഷ്ടത്തിന്, ഇപ്പോൾ ചിലർക്ക് ടേസ്റ്റ് അറിയാതെ എങ്ങനെയാണ് എടുക്കാമെന്ന് അവർക്ക് അറിയില്ല. അപ്പോൾ അവർക്കായി ടേസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറിച്ച് നേരിട്ട് തോട്ടത്തിൽ വന്ന് പറിക്കാനുള്ള സംവിധാനം കൂടി ഞങ്ങളവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അവരുടെ കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടപ്രകാരമാണ് അവർ പറിച്ചിട്ട് സെയിലാക്കുന്നത്. ഇതിൻ്റെ ഒരു കൃഷി രീതി എങ്ങനെയൊക്കെയാണ്? കൃഷി രീതി നമ്മൾ ആധുനിക രീതിയിലുള്ള കൃഷി രീതിയാണ്. ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് എന്നാണ് ഇതിന് പറയാം. അടിയിലൂടെ വെള്ളം കൊടുക്കുന്നു, കൃത്യമായ സമയത്ത് കൃത്യമായ അളവിൽ വെള്ളവും വളവും കൊടുത്ത് നമ്മളിത് വളർത്തിക്കൊണ്ടുവരാം. ഒരു ദിവസത്തിൽ ഒരു 20 മിനിറ്റൊക്കെ 2 നേരം കൊടുത്താൽ മതി വെള്ളം. പിന്നെ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ 3 പ്രാവശ്യം നമുക്ക് അതിൽ നിന്ന് വിളവെടുക്കാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ടോട്ടലി പറഞ്ഞാൽ നമുക്ക് ലാഭകരമായ ഒരു കൃഷിയാണ്. അപ്പോൾ ഇതുവരെ നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ ഈ തണ്ണിമത്തൻ ഉണ്ടാവുമെന്നൊക്കെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ കുറച്ച് കാലമായിട്ട് ഇത് ചെയ്ത് സക്സസ് ആണെന്ന് ഉറപ്പ് വരുന്നില്ല. എത്ര സെന്റിലാണ് ചെയ്തെങ്കിൽ എത്ര രൂപ ചിലവ് വരുന്നുണ്ട്? ഇതിപ്പോൾ നമുക്ക് 35 സെന്റ് 40 സെന്റ് സ്ഥലത്താണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ കേരളത്തിൽ 500 കോടി രൂപയുടെ ബിസിനസ് നടക്കുന്ന ഒരു സാധനമാണ് ഈ തണ്ണിമത്തൻ. അപ്പോൾ അത് നമുക്ക് ഇവിടെ ഭയങ്കര സാധ്യത ഉണ്ട്. ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം എന്താ പറഞ്ഞാൽ ചെറുപ്പക്കാരെ ഈ ഇതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതും ഞങ്ങളുടെ ഒരു ലക്ഷ്യത്തിൽ ഉള്ളതാണ്. നെൽകൃഷി ചെയ്ത വയലായിരുന്നു മുൻപ് നെൽകൃഷി ചെയ്തിരുന്നതാണ്. ഇപ്പോൾ അതിന് പൂവലിന് പകരം രണ്ടാമത്തെ വിളയ്ക്ക് പകരം ഞങ്ങൾ തണ്ണിമത്തൻ ചെയ്തു. മാന്യമായിട്ടുള്ള ഞങ്ങൾക്കൊരു ലാഭം കിട്ടുന്നുണ്ട്. പിന്നെ അത് സക്സസ്, ഞങ്ങൾക്ക് ഭയങ്കര സംതൃപ്തിയാണ് ഇതിൽ. അത്യാവശ്യം നല്ല വിളവ് ലഭിച്ചല്ലോ. അപ്പോൾ ഇനി കൂടുതൽ ഭാഗങ്ങളൊക്കെ ചെയ്യാനുള്ള പരിപാടിയിലാണ്. ഉണ്ട്. ഞങ്ങൾ ഇവിടെ അടുത്തുള്ള സ്ഥലം ഞങ്ങൾക്ക് ആൾക്കാർ ലീസിന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കൂടുതൽ അടുത്ത വർഷം കൂടുതൽ വെറൈറ്റികൾ കൂടി ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അടുത്തുള്ള സ്ഥലങ്ങളും എല്ലാം നമ്മൾ കൂടുതലായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഏതായാലും പാലക്കാട്ടെ പൊരിവെയിലിലും തണ്ണിമത്തൻ കൃഷി വളരെ ലാഭകരമാണെന്ന് മാത്രമല്ല വലിയ വിളവും ലഭിക്കുമെന്നാണ് ഈ യുവ കർഷകർ തെളിയിച്ചിരിക്കുന്നത്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.